സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്കയും ശരത്തും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നത് രാധിക മറഞ്ഞു നിന്ന് കേൾക്കുവാണ് കേട്ടോ. പ്രിയങ്ക ശരത്തിനോട് പറയണേ, നീ വിഷമിക്കണ്ട, ആവശ്യമുള്ള സ്വർണ്ണമെല്ലാം ഞാൻ നിന്റെ തരാം, പക്ഷേ ഇപ്പോൾ പറ്റില്ല, സമയമാകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. എന്നാൽ ശരി, ഞാൻ അകത്തേക്ക് ചെല്ലുവാണേ, എന്നെ ചിലപ്പോൾ അകത്ത് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടാവും. അങ്ങനെ പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം അപ്പം തന്നെ ശരത്ത് ഫോൺ എടുത്ത് സജിത്ത് എന്ന് പറഞ്ഞൊരാളെ വിളിക്കുക. ഹലോ സജിത്തെ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. പ്രിയങ്കയുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. അവളുടെ പേരിൽ തന്നെ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി വേണമെന്നൊക്കെ പറയും. എന്നാലും ആദ്യം നമ്മുടെ കാര്യം നടക്കട്ടെ. ഉടനെ തന്നെ പണമായിട്ട് ഞാൻ നിൻ്റെ അടുത്തെത്താം. അങ്ങനെ പറഞ്ഞ് ശരത്ത് കോൾ കട്ടാക്കുവാണ്. അങ്ങനെ ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുവാണ് കേട്ടോ രാധിക. ഈ സമയം രാധിക അവിടെ നിന്ന് മാറിക്കളയുവാണ്. അങ്ങനെ ശരത്ത് അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കേൻ്റെ റൂമിലേക്ക് ചെല്ലുന്ന രാധികേനെയാണ് കേട്ടോ. അന്നേരം രാധിക ചോദിക്കണേ, നിന്നെ കാണാനായിട്ട് ഇന്ന് ആരെങ്കിലും വന്നിരുന്നോ? എന്നെ കാണാനായിട്ട് ആര് വരാനാ? ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് കണ്ടില്ലേ? ശരത്ത് നിന്നെ കാണാൻ വന്നിരുന്നു അല്ലേ? നിങ്ങൾ തന്നെ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതേക്കുമ്പോൾ പ്രിയങ്ക പറയണേ, ഓ അത് ശരി, അല്ലെങ്കിലും ഒളിച്ചു നിന്ന് കേൾക്കാൻ നിങ്ങൾ ഭയങ്കര കേമിയാണല്ലോ. അതല്ലേ നിങ്ങളുടെയൊക്കെ സംസ്കാരം. പ്രിയെ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളല്ലോ, ആ ശരത്ത് എന്ന് പറയുന്നതിനെ വിശ്വസിക്കരുത്. അവരുടെ ചതിയനാ, അവൻ നിന്നെ പറ്റിക്കുമോ പ്രിയെ? നീ കണിമംഗലത്ത് നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമല്ലേ ശരത്തിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞത്? നാളെ ഒരു ദിവസം അവർ ആ സ്വർണ്ണത്തെക്കുറിച്ച് ചോദിച്ചാൽ നീ എന്ത് മറുപടി കൊടുക്കും? അവർക്ക് മുമ്പിൽ നാണം കെടാൻ പോകുന്നത് നമ്മുടെ അച്ഛനാ, അത് ഞാൻ സമ്മതിക്കില്ല. നീ ആ സ്വർണം അവന് കൊടുക്കാൻ പാടില്ല. അന്നേരം പ്രിയ പറയണേ, ഇതൊക്കെ നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയാൽ മതി. അല്ലെങ്കിലും നിങ്ങൾക്ക് പണ്ട് തൊട്ടേ എന്നോട് അസൂയാണല്ലോ. അസൂയോ? എനിക്കെന്തിനോ നിന്നോട് അസൂയ? എനിക്ക് അച്ഛനും അമ്മയുണ്ട്, അത് കാരണം നിനക്ക് അസൂയാണ് എന്നോട്. ഞാൻ വായിച്ചിട്ടൊക്കെയുണ്ട് അനാഥരുടെ സ്വഭാവങ്ങൾ. അനാഥർക്ക് ഒരുതരം കോംപ്ലക്സ് ഉണ്ടാവും. അവർക്ക് ചുറ്റുമുള്ളവരെ രക്ഷപ്പെട്ടു പോകുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയാ. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാലോ? അത് മുടക്കാനല്ലേ നീ ശ്രമിക്കുന്നത്? അന്നേരം രാധിക പറയണേ, പ്രിയങ്കെ, ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത്. നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിലൂടെ നമ്മുടെ കുടുംബം മുഴുവൻ നാണം കെടും. അത് അച്ഛന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിതിനെ സമ്മതിക്കില്ല. എങ്ങനെ ഞാൻ ഇത് തടയും? ഞാനിപ്പോൾ തന്നെ ഇത് അച്ഛനോട് പറയാൻ പോകുക. അതേക്കുമ്പോൾ പ്രിയങ്ക പറയണേ, ഓ കൊള്ളാം, അങ്ങനെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. അപ്പോൾ പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും ഒറ്റ മോളായിട്ട് നിങ്ങൾക്കിവിടെ വാഴാമല്ലോ. അതല്ലേ നിങ്ങളുടെ ഈ പ്ലാൻ? ഇത് തന്നെ ഞാൻ പറഞ്ഞത്, അനാഥർക്കുള്ള ഒരു തരം കോംപ്ലക്സ്. നീ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? അന്നേരം പ്രിയ പറയണേ, അതെ, എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരി, എൻ്റെ തീരുമാനം ഞാൻ മാറ്റാൻ പോകുന്നില്ല. നിങ്ങൾ ആരോടാണെന്ന് വെച്ചാൽ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ നാട്ടിലേക്കൂടി ഞാൻ തിരിച്ചു വരില്ല. വെറുതെ എൻ്റെ വഴി തടസ്സം നിൽക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. മര്യാദക്കൂടെ നിന്ന് പോകാൻ നോക്ക്, എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. അങ്ങനെ രാധിക സങ്കടത്തോടെ പുറത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക പറയുക, ഇനി ഇവർ അച്ഛനോടെങ്ങാനും പോയി പറയുമോ? പറഞ്ഞ അവളെ ഞാൻ വെച്ചേക്കില്ല. പിന്നീട് കാണിക്കുന്നത് കിടന്നുറങ്ങുമായിരുന്ന ദേവനാരായണനെയും യശോദേനെയാണ്. ഈ സമയം ദേവനാണെങ്കിൽ ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ. അങ്ങനെ കണിമംഗലത്ത് ചെന്നപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. എണീറ്റ് അവിടെ ഇരിക്കുന്ന ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. ഈ സമയം എണീക്കുന്ന യശോദ ദേവൻ ഇങ്ങനെ ഉറക്കമില്ലാതിരിക്കുന്നത് കാണുക. എന്തുപറ്റി ദേവേട്ടാ, എന്താ ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ലടോ, കണ്ണടച്ചിട്ട് ഒരു സമാധാനമില്ല. രേഖയുടെ കാര്യം ഓർത്തിട്ട് മനസ്സിനൊരു സുഖമില്ല. അന്നേരം യശോദ പറഞ്ഞേ, എൻ്റെ കാര്യം അങ്ങനെ തന്നെയാ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? അവളെ ഇങ്ങനെ ഇവിടെ തന്നെ നിർത്താൻ പറ്റില്ലല്ലോ. ആൾക്കാർ ചോദിച്ചു തുടങ്ങില്ലേ? അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ചെയ്ത തെറ്റിന് മാപ്പ് പറയാം. അന്നേരം ദേവൻ പറയണേ, അവരോട് മാപ്പ് പറയുന്നതിലൊന്നും എനിക്കൊരു പരാതിയില്ല, ഒരു കുഴപ്പമില്ല. എൻ്റെ മോൾക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്, പക്ഷേ അവരത് അംഗീകരിക്കട്ടെ. പ്രിയങ്ക ഇവിടെ വന്ന് ഏറിയപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു. അവരും ഓരോന്നൊക്കെ പറഞ്ഞു. വരനാണെങ്കിൽ ഇതുവരെ വന്ന് അന്വേഷിച്ച് വന്നിട്ട് പോലുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടിയില്ല. വരനെ കണ്ട് സംസാരിക്കാനും പറ്റിയിട്ടില്ല. ഈ സമയം യശോദ പറയണേ, എന്താണെങ്കിലും പരമേശ്വര സാറ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ നമുക്കൊന്ന് പോയി കാണാം. ആ സമയത്ത് ഈ കാര്യം കൂടെ നമുക്ക് പറയാം. അന്നേരം ദേവൻ പറയണേ, അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത് മര്യാദ, പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട. നമ്മുടെ മോള് ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. അന്നേരം യശോദ പറയണേ, അത് ശരിയാ എന്ന് കരുതി അവളുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റുമോ? 1-2 ദിവസം അവൾ ഇവിടെ നിന്നാൽ കുഴപ്പമില്ല, പക്ഷേ അതിൽ കൂടുതൽ ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, അതിൻ്റെ കാരണം അന്വേഷിക്കും. നമ്മളപ്പോൾ എന്ത് പറയാനാ? ഈ സമയം ദേവനും ആകെ ടെൻഷനാകുക. ആൾക്കാർ, അവർക്കറിയോ ഇവിടുത്തെ വല്ല കാര്യങ്ങളൊക്കെ? മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ ഓടിക്കൂടിക്കോളും എവിടെന്നെങ്കിലും. നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടെന്താ? ആ സമയത്തൊന്നും അവരാരും വരില്ല. അന്നേരം യശോദ ദേവനെ സമാധാനിപ്പിക്കണേ, ദേവേട്ടൻ ആരുടെ മുമ്പിൽ തലതാഴ്ത്തുന്നത് എനിക്കിഷ്ടമല്ല. പ്രിയങ്കയ്ക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് പൊക്കോളാം, അവരുടെ കാല് പിടിച്ചോളാം. അന്നേരം ദേവൻ പറയണേ, അതൊന്നും വേണ്ട, നമുക്ക് നോക്കാം. എന്താണെങ്കിലും 2 ദിവസവും കൂടി കഴിയട്ടെ.
പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് കേട്ടോ. അവിടെ പത്മിനി പരമേശ്വരന് കഞ്ഞിയൊക്കെ ഇങ്ങനെ കോരിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വരുണും കൂടെ ഉണ്ടാവും. അന്നേരം അച്ഛൻ വരുണിനോട് പറയണേ, വരുൺ, ദേവനാരായണൻ തിരുമേനി പ്രിയങ്ക വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. അച്ഛന് മകളെ എപ്പോൾ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാമല്ലോ. പക്ഷേ അദ്ദേഹം അവിടെ വന്നപ്പോൾ എല്ലാവർക്കും മുമ്പിൽ വെച്ച് കുറച്ച് നേരമാണെങ്കിൽ കുറച്ച് നേരം ആത്മാഭിമാനം നഷ്ടപ്പെട്ട് നിൽക്കേണ്ടി വന്നു. ആ അച്ഛൻ്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചു കാണും. അതോർക്കുമ്പോഴാണ് വല്ലാത്തൊരു വിഷമം. നീ എത്രയും പെട്ടെന്ന് തന്നെ പ്രിയങ്ക മോളെ തിരികെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണം. എന്താ നീ വിളിക്കില്ലേ? അന്നേരം വരുൺ പറയണേ, സോറി ഇല്ലച്ചാ, എനിക്കതിന് പറ്റില്ല. അത് അടഞ്ഞ അധ്യായമാണ്. നിന്റെ തീരുമാനം ഉറച്ചതാണോ? അതേന്ന് വരുൺ പറയണേ, അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കണം എന്നില്ല. എനിക്ക് അസുഖം മാറിയിട്ട് വീട്ടിലേക്ക് വരണം എന്നുമില്ല. ഞാനിന്നേ വരെ എൻ്റെ അന്തസ്സിന് കോട്ടം തട്ടുന്ന ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ മറ്റുള്ളവരുടെ അന്തസ്സിനെ ബാധിച്ച എന്തെങ്കിലും കാര്യം നമ്മൾ കാരണം നടന്നു കഴിഞ്ഞാൽ അത് നോക്കി കണ്ണടച്ച് നിൽക്കാനും എന്നെ കൊണ്ടാവില്ല വരും. നമ്മൾ കാരണം ആ ഒരച്ഛൻ വേദനിക്കുക, ആ കുടുംബം മുഴുവൻ തകർന്ന അവസ്ഥയിലിരിക്കുക. അത് കണ്ടിട്ടും നിന്റെ മനസ്സായി അലയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തു പറയാനാ? നീ തന്നെയാണ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത്. ഈ സമയം പത്മിനി വരുണിനെ വിളിക്കുക. വരുൺ, നീ ഒന്ന് പുറത്തേക്ക് വന്നേ. അങ്ങനെ വരുണിനെ പുറത്തു നിർത്തി മാറ്റി സംസാരിക്കുന്നുണ്ടോ പത്മിനി. വരുൺ, എന്തായി പറയുന്നത്? പ്രിയങ്ക തിരിച്ചു വിളിച്ച എന്താ നിന്റെ പ്രശ്നം? ദേ, അച്ഛൻ്റെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല. വീട്ടിലെത്തിയാലും ഇനിയും കുറച്ച് ദിവസം കൂടി അച്ഛൻ്റെ റെസ്റ്റ് വേണം. വെറുതെ അച്ഛൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നീ ചെയ്യരുത്. നിനക്ക് നിൻ്റെ അച്ഛനെ വേണമെന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ വാശി മറന്ന് പ്രിയങ്കയെ വിളിക്കണം. എന്താ, അച്ഛന് വേണ്ടി നീ പ്രിയങ്കയെ വിളിക്കില്ലേ? അന്നേരം വരുൺ സമ്മതിക്കും കേട്ടോ. ശരി, ഞാൻ പ്രിയങ്കയെ വിളിച്ചോളാം. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയെ ഫോണിൽ വിളിക്കുന്ന ശരത്തിനെയാണ് കേട്ടോ. ഹലോ പ്രിയങ്കെ, ഇന്ന് തന്നെ കുറച്ച് കാശ് എത്രയും പെട്ടെന്ന് വേണം. എന്താ ഇന്ന് ഇത്രയും പെട്ടെന്ന് അത്യാവശ്യം? അന്നേരം ശരത്ത് പറയണേ, എടോ, നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി ചേംബർ രജിസ്റ്റർ ചെയ്യണം. പിന്നെ അതിൻ്റെ തുടക്കത്തിലുള്ള ചില ആവശ്യങ്ങൾക്ക് കുറച്ച് ഫണ്ടും ആവശ്യമാണ്. അത് ഇന്ന് തന്നെ കൊടുത്തേ പറ്റൂ. ഇന്ന് തന്നെ വേണോ? അതെ, നമ്മുടെ സൗകര്യത്തിൽ നിന്നാൽ പിന്നെ അവരെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. താൻ എന്താന്ന് വെച്ചാൽ ചെയ്യും. അന്നേരം പ്രിയങ്ക പറഞ്ഞേ, ശരി ശരി, നീ ഇപ്പോൾ എവിടെയാ? ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. എന്നാൽ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ഞാനേ ഇവിടുത്തെ സാഹചര്യമൊക്കെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് സ്വർണ്ണമായിട്ട് അങ്ങോട്ട് വരാം. നീ വെച്ചോ. അങ്ങനെ പ്രിയങ്ക ബാഗിൽ നിന്ന് തുണി പൊതിഞ്ഞ് വെച്ച് ആ സ്വർണ്ണമൊക്കെ എടുത്ത് നോക്കുവാണ്. ഈ സമയത്ത് ഈ കാഴ്ച കൊണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുമായിരിക്കും കേട്ടോ. അയ്യോ, എന്തോരം സ്വർണ്ണം ഇതൊക്കെ! ഓ, ഇതിനൊക്കെ എന്ത് കനം! മുത്തശ്ശി, ഇതാ കടുമക്കളത്തുകാരി എനിക്ക് എന്ന സ്വർണം. ആണോ? എവിടെ നോക്കട്ടെ. ആദ്യം ഇവിടെ ഇത്ര സ്വർണ്ണമൊക്കെ ഒരുമിച്ച് കാണുന്നത്. ഞാനിതെല്ലാവരും ഒന്ന് കാണിക്കട്ടെ. അയ്യോ മുത്തശ്ശി എന്ന് പറഞ്ഞ് പ്രിയങ്കയും പിന്നാലെ ചെല്ലുവാണ് കേട്ടോ. ഈ സമയം ദേവനെയും യശോദയും രാധികയൊക്കെ ഹോളിലുണ്ടാകും. അങ്ങനെ മുത്തശ്ശി അവർക്ക് ആ സ്വർണ്ണമൊക്കെ കാണിച്ചു കൊടുക്കണേ. കണ്ടില്ലേ, കനമംഗലത്തുകാർ നമ്മുടെ പ്രിയങ്കമ്മൾക്ക് കൊടുത്ത സ്വർണ്ണം. അല്ലെങ്കിൽ നല്ല തറവാടും അന്തസ്സുള്ള കുടുംബത്തിലേക്കൊക്കെ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടും. അന്നേരം ദേവൻ ചോദിക്കുക, നീ എന്തിനാ ഈ സ്വർണ്ണം എടുത്തിട്ട് വന്നത്? അന്നേരം മുത്തശ്ശി പറയണേ, നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഇതവരെ പ്രിയങ്കമ്മൾക്ക് സ്നേഹത്തോടെ കൊടുത്തതല്ലേ? അന്നേരം ദേവൻ പറയണേ, അതിലും സ്നേഹത്തോടെ അവിടുത്തെ പയ്യനെ ഇവൾക്ക് കൊടുത്തല്ലോ. അത് കളഞ്ഞിട്ട് പോരാങ്കിൽ പിന്നെ എന്ത് പ്രത്യേകത ഈ പൊന്നിനുള്ളത്? നീ അങ്ങോട്ട് തിരിച്ചു പോകുന്നതോ ഇല്ലയോ അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ ഈ സ്വർണം എനിക്ക് അവിടെ തിരികെ ഏൽപ്പിക്കണം. രാധികെ, നീ ആ സ്വർണ്ണം ഇങ്ങ് വാങ്ങിക്ക്. അന്നേരം മുത്തശ്ശി പറയണേ, അതെന്തിനാ ഇവളെ കൊണ്ട് തൊടിയിപ്പിക്കുന്നത്? അതേക്കുമ്പോൾ ദേവൻ പറയണേ, ഇവൾ തൊട്ട ഒരുക്കി പോവെങ്കിൽ അതങ്ങ് ഒരുക്കി പൊക്കോട്ടെ. രാധികെ, ഈ സ്വർണ്ണം വാങ്ങി റൂമിൽ കൊണ്ടുപോയി വെക്ക്. ഈ സമയം പ്രിയങ്ക പറയണേ, അതെ, ഇത് കൊണ്ടുവന്ന് ഞാനല്ലേ, അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ തന്നെ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞ പ്രിയങ്ക ആ സ്വർണ്ണം മുത്തശ്ശിയുടെ നിന്ന് വാങ്ങിച്ച് റൂമിലേക്ക് പോകുവാണ്. ഈ സമയം രാധിക പിന്നാലെ പോകുവാണ് കേട്ടോ. രാധിക അങ്ങനെ ജനലിൻ്റെ ഇടയിൽ നിൽക്കുമായിരിക്കും. അന്നേരം പ്രിയങ്കനെ വീണ്ടും ശരത്ത് വിളിക്കുക. ശരി ശരി, ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞ് പ്രിയങ്ക കോള് കട്ടാക്കുവാണ്. എന്നിട്ട് ആ സ്വർണവുമായിട്ട് അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. ഈ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുവാണ് രാധിക. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.